മനുഷ്യൻ തങ്ങളുടെ നിലതെറ്റി പ്രവർത്തിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓരോ വ്യക്തികളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ ധാർമ്മികമായ അധപതനത്തിന് അടിമയാണോ, അതോ മറിച്ച് എന്നിലൂടെ മറ്റൊരാൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഏറ്റവും അധികം അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇതിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ലോക സംഭവങ്ങളെ നോക്കുമ്പോൾ ലോകത്ത് പലവിധമായ രീതിയിൽ മനുഷ്യൻ മ്ലേച്ഛമായ രീതികളിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ, മനുഷ്യൻ തങ്ങളുടെ ബോധം മറന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ്. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മാനവരാശിക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തവും നൽകാൻ കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ളി രക്തവും നൽകിയ ആ കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ ഇതിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും മാറുന്നു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പുതിയൊരു വ്യക്തിയായി മാറുന്നു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സകല നിലകളിലും നാം ഉയർന്നവരായി തീരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ പലരും ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഈ ലോകമോഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ, ഈ ലോകത്തിന്റേതായ സുഖം തേടി പോകുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് പലരും അകന്നു പോവുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ധാർമ്മികമായ രീതിയിൽ അധപ്പതിക്കുന്നു. അങ്ങനെ ധാർമ്മികമായ അധപ്പതനം സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലവിധമായ തെറ്റുകളിലേക്ക് അവർ നയിക്കപ്പെടുന്നു. താൻ സ്വയമേവ അല്ലെങ്കിലും മറിച്ച് മറ്റുള്ള രീതികളിലേക്ക് സമൂഹത്തിന്റെ ഈ പോക്കിനെ സംബന്ധിച്ചിടത്തോളം, കാരണം നേച്ചത് പ്രവർത്തിക്കാൻ മനുഷ്യന് ഏറ്റവും അധികം ആഗ്രഹമില്ലെങ്കിലും അതിലേക്ക് തന്നെ വീണു പോകുന്ന ഒരു സാഹചര്യമാണ് നാം ഇന്ന് കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നാം ഓരോ ദിവസവും തെറ്റുകളിലേക്ക് അകപ്പെടാനുള്ള സാധ്യത വളരെയേറെ അധികമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. മറിച്ച് ദൈവസ്നേഹം അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, അവന്റെ ഹൃദയത്തെ പരിവർത്തിക്കുന്നതായി, അവന്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തുന്നതായി അത് തീരുമ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് വരുത്തുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മാനവരാശിയെ സ്നേഹിക്കാൻ വേണ്ടിയാണ്.